ആ ബൈക്കിൽ പോണത് ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മടിക്കാതെ എൻ്റെ കൂടെ പോരേട്ടാ. നമുക്കിന്ന് കുറച്ച് രാത്രികാല ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വിശേഷങ്ങൾ കാണാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന്. നിങ്ങളെന്തായാലും എൻ്റെ കൂടെ പോര്. ഞാൻ പോകുന്നിടത്തൊക്കെ നിൽക്കും പോകാം. നല്ല നല്ല കാഴ്ചകൾ കാണാം, നല്ല നല്ല ഫ്രെയിമുകൾ കാണാം, പറ്റുന്ന ഇൻഫോർമേഷൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരും. അങ്ങനെ മട്ടാഞ്ചേരിയുടെ ചെറിയ ചെറിയ വഴികളിലൂടെ നമ്മളിങ്ങനെ ജ്യൂസ് സ്ട്രീറ്റ് എത്തിയിരിക്കുകയാണ്. നൈറ്റ് ജ്യൂസ് സ്ട്രീറ്റ് കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരും കേട്ടോ. ജ്യൂസ് ടൗൺ ജ്യൂസ് സ്ട്രീറ്റ്. അപ്പം ഇതാണ് ജ്യൂസ് സ്ട്രീറ്റ്. നൈറ്റ് വരാത്തവർക്ക് ഭയങ്കര മിസ്സിങ് ആട്ടാ. ഇവിടെ പകല് മാത്രമേ ആൾക്കാർ പൊതുവെ വരാറുള്ളൂ. അത് ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ നമ്മളിവിടെ ലോക്കലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം രാത്രി വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ആംബിയൻസ്, ഈ ഒരു സൈലൻസ് ഒക്കെ നൈറ്റ് വന്നാലേ കിട്ടുള്ളൂ. ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാണ്. നമ്മുടെ ഈ താഴെ കാണുന്ന ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ, ബ്രിക്ക് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നല്ല റിഫ്ലക്ഷനൊക്കെ ആവും ചെറിയൊരു മഴയത്ത്. പിന്നെ രാവിലെ, ഇന്നിപ്പോൾ നൈറ്റ്, നാളെ രാവിലെ ഇവിടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ചെറിയ ഇഷ്യൂസ് പണ്ടൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഇപ്പോൾ പോലീസുകാരൊക്കെ വരാറുണ്ട്. പോലീസുകാർ മീൻസ് അവരോട് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും, അവർക്കൊരു ഗാർഡ് എന്നുള്ള രീതിയിൽ, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കുക. പോലീസുകാരൊക്കെ കണ്ടിട്ട് അവിടെ സേവ് ദ ഡേറ്റ് ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടിട്ട് തിരിച്ച് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഫോട്ടോഗ്രാഫറാണ്, ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ രാവിലെ ഷൂട്ടൊക്കെ ഉള്ളപ്പോൾ. ഇതൊക്കെ ഓരോ കഫേയാണ്. ഇവിടെ മിക്കതും ടെക്സ്റ്റൈലിൻ്റെ പോലത്തെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആൻറ്റിക് ഷോപ്പാണത്. കുറേ ആൻറ്റിക് ഷോപ്പുണ്ട് ഇവിടെ. അപ്പം നേരെ അവിടെ കാണും സിനഗോഗ്. ഞാൻ കാണിച്ചു തരാം അവിടെ എത്തുമ്പോൾ. അപ്പം നേരെ കാണുന്നതാണ് സിനഗോഗ്, ചരിത്ര പ്രസിദ്ധമായ സിനഗോഗ്. ഇത് നിങ്ങൾ പലരും ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ എൻ്റെ പേജിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ താഴെ തന്നെയാണ് ഈ പള്ളിയുള്ളത്, ജീവിതമാർഗ്ഗ പള്ളിയുള്ളത്. ആ നേരെ കാണുന്നത് പള്ളിയാണ്. അവിടെ ഒരു ചെറിയ ഡോറുണ്ട്. അത് പകല് വല്ലപ്പോഴും തുറക്കുള്ളൂ. എൻ്റെ കറക്റ്റ് ടൈം എനിക്കറിയില്ല. എപ്പോഴും ഓപ്പൺ അല്ല ഇതിവിടെ. ഇവിടെ ഒരു ഓഫീസർ ഇരിക്കുന്നുണ്ട് രാത്രിയിൽ, ചെറിയൊരു ഗാർഡായിട്ട്. ഇത് മിക്കപ്പോഴും ഈ നമ്മുടെ സേവ് ദ ഡേറ്റിലൊക്കെ കാണാറുണ്ട് ഈ ഏരിയയൊക്കെ. ഇപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കുറേ ഇപ്പോൾ ഇവിടെ ഷൂട്ടിനൊക്കെ വന്നിട്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു രാത്രികാല കാഴ്ചകൾ. ഇതെല്ലാം കഫേസ് ആട്ടോ, ഇതെല്ലാം കഫേയാണ്. ഒരു ഫേമസ് കഫേയാണ് ഇവിടുത്തെ. ഇതെല്ലാം ആർട്ട് ഗാലറി കാര്യങ്ങൾ, പിന്നെ ആൻറ്റിക് ഷോപ്പുകൾ. ഇതൊക്കെ പകലാകുമ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ്, അവരുടെ കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടും ഇവിടെ പുറത്തേക്ക് ഷോപ്പായിട്ടിടും. ഹായ്. അപ്പം ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ. നൈറ്റ് ഉറക്കമൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇറങ്ങി വരും, ഇതൊക്കെ കണ്ടിട്ട് പോകും. ഈ ഒരു സൈലൻസ് ഒക്കെ ഇത് അടിപൊളിയാണ്. പകലൊന്നും കിട്ടൂല. ഇതിൻ്റെ എക്സാക്ട് ബ്യൂട്ടി ആണെങ്കിൽ ഈ ഒരു ടൈം തന്നെ ഇവിടെ വരണം. ഞാനിതുപോലെ പണ്ട് നൈറ്റ് വരെ വന്നപ്പോഴത്തേക്കിന് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ പേര് ചോദിച്ചു നൈറ്റ് ഇവിടെ വരുന്നതിന് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ, റെസ്ട്രിക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അലമ്പുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ വരിക, സ്ഥലങ്ങൾ എൻജോയ് ചെയ്യുക, പോവുക. ഒരു പ്രശ്നത്തിനും പോകണ്ട. വേറെ ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ കയറാനും വരുന്നില്ല. അത്ര പ്രശ്നമുള്ള സ്ഥലവും അല്ല ഇത്. എന്നുവെച്ചാൽ പലരുടെ ഒരു വിചാരമാണ് ഇവിടെ എന്തോ വലിയ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നുള്ള. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രശ്നമുള്ള സ്ഥലം എല്ലായിടത്തും ഉണ്ട്. അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇതങ്ങനെ പ്രശ്നമുള്ള ഏരിയ അങ്ങനത്തെ സ്ഥലമൊന്നും അല്ല ഇത്. ഇവിടെ നിങ്ങൾ വരിക, നിങ്ങളുടെ രീതിക്ക് എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക, നൈറ്റ് ആംബിയൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, സേഫായിട്ട് തിരിച്ച് വീട്ടിൽ പോവുക. ഇനി കുറച്ച് നേരത്തെ വരുന്നവർക്ക് ഇതിൻ്റെ തൊട്ടടുത്താണ് ബാലൻചേട്ടൻ്റെ കടയുള്ളത്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. കുറേ കടകളുണ്ട് ഇവിടെ. ബാലൻചേട്ടൻ്റെ കട കുറച്ച് ഫേമസ് ആയതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അങ്ങനെ കഴിച്ചിട്ട് പോവാം. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്. എന്നോട് ഇങ്ങനെ രാത്രി കറങ്ങി കിടക്കുമ്പോൾ ചിലവന്മാർ ചോദിക്കാറുണ്ട്, നിനക്ക് എന്താ പ്രാന്താണെന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു വട്ട് തന്നെയാണ്. ആ ഒരു വട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് രാത്രി കാലങ്ങളിൽ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ എൻജോയ് ചെയ്യാനും ഒരു മൈൻഡ് സെറ്റ് വേണം എന്നുള്ളത് വേറെ കാര്യം കേട്ടോ. ചിലവരുണ്ട് വരുമ്പോൾ തന്നെ തിരിച്ചു പോകാനുള്ള മൂഡില്ല. പിന്നെ കൊണ്ട് കാര്യമില്ല. ഇവിടെ നൈറ്റ് വരിക. മൊത്തത്തിൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് വേറൊരു ലൈഫ് സ്റ്റൈലാണ്, വേറൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്. കടലിനോട് ചുറ്റിപ്പെട്ട് കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ മൈൻഡുള്ള ആൾക്കാരൊക്കെ വരിക, എൻജോയ് ചെയ്തിട്ട് പോവുക. കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം എനിക്ക് ഇടയ്ക്ക് വട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് വെറുതെ വണ്ടി എടുത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങും, കൊച്ചിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഇവിടുത്തെ പഴയ ആർക്കിടെക്ചർ, ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. നൈറ്റ് വരുവാണെങ്കിൽ വേറെ ആംബിയൻസ്, പകല് വരുവാണെങ്കിൽ വേറെ ആംബിയൻസ്. ഇതിനകത്തുള്ള ചെറിയ വീഡിയോസും ഷോർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസ് മനസ്സിലാകും. അപ്പം പറ്റുന്നവരൊക്കെ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നൊരു പകല് മാത്രം വരാണ്ട് നൈറ്റൊക്കെ ഒന്ന് ഇറങ്ങി നോക്കും.
പിന്നെ ഫോർട്ട് കൊച്ചി ആയിക്കോട്ടെ, മട്ടാഞ്ചേരി ആയിക്കോട്ടെ, ലോകത്ത് എവിടെ ആയിക്കോട്ടെ, നമ്മൾ ഒരു സ്ഥലത്തെ പറ്റി എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ബ്യൂട്ടി ആസ്വദിക്കുന്ന അനുസരിച്ചിരിക്കും നമുക്ക് എന്താണ് അവിടുന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സാധനം ഒപ്പിയെടുക്കാനുള്ള ഒരു കഴിവും കൂടെ നമുക്ക് ഉണ്ടാവണം എന്നുള്ള. എനിക്ക് ആ കഴിവ് ഉണ്ടെന്ന് വെച്ച് പറഞ്ഞല്ല. എന്നാലും ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറെ കടകളും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ കുറെ ആർക്കിടെക്ചർ, പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഓരോ ഇതൊക്കെ കാണാൻ രസമുള്ളതാണ്. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് എൻജോയ് ചെയ്തോണം. ആരും നമുക്ക് കൊണ്ട് തരില്ലേ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ജൂ ടൗൺ, ഡച്ച് പാലസ്, പിന്നെ മട്ടാഞ്ചേരി ജെട്ടി. പിന്നെ അവിടുന്ന് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എൻ്റെ മെയിൻ ഫോട്ടോഷൂട്ട് സ്പോട്ടൊക്കെ ആട്ടത്. പക്ഷെ പകലൊക്കെ ഇവിടെ സേവ് ദി ഡേറ്റ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ കണ്ടല്ലോ എന്താ ഈ സ്ട്രീറ്റിൻ്റെ വിജനത എന്നുള്ളത്. നൈറ്റ് മാത്രമേ ഈ ഒരു സൈലൻസ് ഉണ്ടാവുള്ളൂ. പകല് നിങ്ങളൊന്ന് വന്നു പോയി കഴിഞ്ഞാൽ, പക്ഷേ ഈ സാറ്റർഡേ സൺഡേക്കാണ് എനിക്ക് ഇതുവഴി നടക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടില്ല. അതുപോലെ തിരക്കുണ്ടാവുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് മട്ടാഞ്ചേരിയിലെ രാത്രി കാഴ്ചകൾ. വഴിയിലേക്ക് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്തായാലും ഞാൻ എൻ്റെ രീതിക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇറങ്ങാറുള്ളതാണ്. എനിക്ക് പിന്നെ ഒന്നും കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ മട്ടാഞ്ചേരിയിലെ പരിപാടി ഞാനിവിടെ നിർത്തുക. ഞാൻ കുറച്ച് വന്ന് ഫോർട്ട് കൊച്ചിയും കൂടെ ഒന്ന് കറങ്ങിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മതിലൊക്കെ എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫി സ്പോട്ടോ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് അപ്പ് ഇതും കൂടെ കാണിച്ചിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിക്ക് പോട്ടെ. അങ്ങനെ ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു ഗായ്സ്. പോയി നോക്കട്ടെ. എന്തായാലും റോഡിൽ തിരക്കും പരിപാടിയൊന്നും ഇല്ല. ഇനി ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് ആൾക്കാരെല്ലാം കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ പാലസ്, മട്ടാഞ്ചേരി പാലസിന്റെ ഇടയിൽ കാണാൻ പറ്റുന്നത്. നേരെ പോലീസ് സ്റ്റേഷനാണ്. ഞാൻ അങ്ങോട്ട് ഞാൻ ഫോണും കൊണ്ട് പോകണില്ല. ഫോട്ടോ ഞാൻ കാണാട്ടാ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു സ്ഥലത്ത് കയറാണ്ട്. മട്ടാഞ്ചേരിയില് ബാലഞ്ചേണ്ട കടയുടെ അപ്പുറത്തുള്ള അംബേദ്കർ കൂൾ ബാർ. അതിവിടെ ഫേമസ് ആണെന്ന് അറിയാലോ. അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു തരാം എവിടെയാണ്. ഇങ്ങനെ വണ്ടി ഓടിച്ച് കായ്സ് എത്താറായുണ്ട്. കായ്സ് എന്താ ഫേമസ് എല്ലാവർക്കും അറിയാലോ അല്ലേ? കായ്സ് ബിരിയാണി. ഇപ്പൊ കായ്സ് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര സുഖമില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് ബീഫ് ഓർ ബിരിയാണി ഉണ്ട്. എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ നൂറിയ, ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ്സ് ബിരിയാണികൾ ഇവിടുത്തെ. കായ്സ് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാണ് കായ്സ്. ഇവിടെ കായ്സ് എവിടെ? ഇതാണ് കായ്സ്. ഇത് ബീഫ് ഓർ ബിരിയാണി. ഇതാട്ടോ നമ്മുടെ ബാലഞ്ചേട്ടൻ്റെ കട. ബാലഞ്ചേട്ടൻ മരിച്ചുപോയി, 1 മാസം കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ വന്നിട്ടില്ല. എന്തായാലും ജസ്റ്റ് കയറി നോക്കാം. അപ്പൊ ഞാൻ വന്ന സമയമായിട്ട് ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ, നൂൽപുട്ടൊന്നും ഇല്ല. എന്തായാലും പറഞ്ഞിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ പൊറോട്ട തന്നെ കേട്ടോ. സ്ക്വയർ പൊറോട്ടയാണ്. സ്ക്വയർ പൊറോട്ടയും പിന്നെ ബീഫ് കറിയാണ് ഏറ്റവും ഇഷ്ടം. ഇത് തന്നെയാണ് ഇവിടുത്തെ. അങ്ങനെ ബാലഞ്ചേട്ടൻ മരണത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. കുറെ നാൾക്ക് ശേഷം. സാധാരണ ഇവിടെ വരുമ്പോൾ പുള്ളീനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാറുണ്ട്. 1 മാസം കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ പുള്ളി ചോദിക്കാം, അവിടെ കണ്ടിട്ട് കുറെ ആയതൊക്കെ പുള്ളി ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പുള്ളി ഇല്ലാണ്ട് ആദ്യമായിട്ട് ഇവിടെ ഫുഡ് കഴിച്ചു. അപ്പൊ നമ്മുടെ ബാലഞ്ചേട്ടൻ്റെ കടയുടെ തൊട്ട് സൈഡിൽ ചേർന്നുള്ള കട കേട്ടോ, അംബേദ്കർ കൂൾ ബാർ. അത് ഇവിടെ ഫേമസ് ആണ്, കൊച്ചിയിൽ ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചാൽ അവകാഡോ ഷേക്ക്. അവകാഡോസ് ആണ് ഇവിടുത്തെ ഫേമസ് ആൻഡ് വെരി സ്പെഷ്യൽ. അടുത്ത നമുക്ക് ഇത് കഴിക്കാം. ഇതാണ് സാക്ഷാൽ അവകാഡോ ഷേക്ക്. ഇവിടെ വരുന്നവർ ഇത് കഴിക്കാണ്ട് പോകാറില്ല കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ ഡബിൾ ബോണസ് എന്ന് പറഞ്ഞ പോലെയാണ്. ഈ നേരെ കാണുന്നത് നൂറിയ ഹോട്ടൽ കേട്ടോ. ബിരിയാണി കിട്ടുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മട്ടാഞ്ചേരിയിലെ ഷോപ്പാണ്. ഇവിടെ ഉള്ള 3 ഫേമസ് ഷോപ്പാണ്. ഒന്ന് ഈ നൂറിയ, പിന്നെ അപ്പുറത്ത് കായ്സ്, പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബീഫ് ഓർ ബിരിയാണി. അപ്പൊ മഴയൊക്കെ പെയ്ത് ഫോട്ടോ വെച്ച് നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു ആംബിയൻസ്. എന്നാലും നമുക്ക് ബീച്ച് സൈഡിലോട്ട് പോവാം. ബീച്ച് സൈഡ് അവിടെ എന്താ നൈറ്റ് കാണാൻ പറ്റുന്ന നല്ല ഞാൻ കാണിച്ചു തരാം. കുറെ പ്രിൻസ് സ്ട്രീറ്റ് ഉണ്ട്, ബർഗർ സ്ട്രീറ്റ് ഉണ്ട്. ഈ പുറത്തുനിന്നുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഹിപ്പി ഹൗസ് ഉണ്ട്, പെപ്പർ ഹൗസ് ഉണ്ട്, കുറെ ഉണ്ട്. ഓൾഡ് ഹാർബർ ഹോട്ടൽ ഉണ്ട്. എന്തായാലും പോയി നോക്കാം. അപ്പൊ ഇതെല്ലാം ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ പ്രിൻസസ് സ്ട്രീറ്റ് ആട്ടത്.
ഈ സൈഡിൽ ജസ്റ്റ് പോയി നോക്കാം. വഴിയെല്ലാം ക്ലോസ് ആണ്, കടകളെല്ലാം പൂട്ടിയിട്ടുണ്ട്. കടയെല്ലാം ക്ലോസ് ആയി, ലൈറ്റുകളൊക്കെ ഓഫായി തുടങ്ങി. നൈസാണ്. എനിക്ക് ഈ സമയത്ത് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ പിന്നെ പറയണതേ, ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നൈറ്റ് ലൈഫ് കൊച്ചി എറണാകുളം സൈഡിനേക്കാളും എനിക്കിഷ്ടം ഇവിടെയാണ്. ചെറിയൊരു ഗോവ ഫീലൊക്കെ കിട്ടും. അപ്പം എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കാണ്ട് കൊച്ചിയിൽ വരുന്ന ഒരു റൂം എടുത്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കാണ്ട് നൈറ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കും. എനിക്ക് ഇഷ്ടപ്പെടും ഇവിടെ. ഇത് ശരിക്കും ഇവിടെ വന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ വന്ന് തന്നെ എൻജോയ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ നിന്ന് കണ്ട് മൊത്തത്തിൽ അടിപൊളി പരിപാടി. എൻ്റെ മൈൻഡ് സെറ്റ് ആവണമെന്നില്ല, എല്ലാവരുടെയും അത്രയ്ക്ക് വട്ടം ഉണ്ടാവണമെന്നില്ല. എന്നാൽ പോലും വരുന്നവരൊക്കെ ഒന്ന് വന്ന് പരിപാടിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോയി അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് തന്നെ പിന്നെ ഇത് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ തിരയുടെയൊക്കെ സൗണ്ട് കേട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. മൊത്തത്തിലൊരു സന്തോഷവും ഒരു പീസ് ഓഫ് മൈൻഡും. ഈ ചെയർ കാര്യങ്ങളൊക്കെ പുതിയ വന്നതുകൊണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഇട്ടേക്കുന്ന ഈ മരത്തിന്റെ അടിയിലാണ്. കാക്കകളൊക്കെ പണി കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോഴേ നമ്മളെല്ലാവരും മറന്നു പോകുന്നത് അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ കാണിച്ചത് എന്താന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഒരു പീരങ്കിരിക്കണ്ട. ഭയങ്കര ചരിത്ര പ്രസിദ്ധമായ ഒരു സാധനമാണ്. ഇതിനെപ്പറ്റി ഇതുവഴി നടക്കുന്ന ആർക്കും വലിയൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോകുന്നേ ഉള്ളൂ. ഇത് എന്താന്നുള്ളത് എല്ലാവരും നെറ്റിലടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഒന്ന് പറ്റുമെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. നൈറ്റ് ഭാര്യമാരായിട്ടും ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടും വന്ന് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാട്ടാ. എനിക്കിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കാം. ഉള്ളവര് അവരായിട്ടൊന്ന് വന്ന് നോക്കുക, അവർക്കും സന്തോഷമാവും, നിങ്ങളും ഹാപ്പി ആവും. പനിന് ഫോട്ടോ ചില നമ്മുടെ സ്ട്രീറ്റൊക്കെ ഇങ്ങനെ എത്ര പേര് കണ്ടിട്ടുണ്ട്. തിരക്കില്ല, ആളില്ല, ആളൊഴിഞ്ഞ്. ഇതൊക്കെ മീൻ കടയുണ്ട് ഇവിടെ, മൊത്തം ചീന വിലയാണ് ഇവിടെ. ഇവിടുന്ന് നൈറ്റ് ചേട്ടന്മാർ മീൻ എടുത്തിട്ട് മീൻ പിടിക്കും. ചീനവര് അവിടെ വള്ളക്കാരുണ്ട് അവിടെ. അപ്പോൾ അവർ നൈറ്റ് ഇവിടുന്ന് മീൻ എടുത്തിട്ട് നൈറ്റ് കൊടുക്കാറുണ്ട്. നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടും. ഈ സെയിം മീൻ പകല് നമ്മുടെ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കിന് 200, 300, 400 ആവും. ഇവിടെ ഈ സമയത്തൊക്കെ ഒരു 100, 150 രൂപയൊക്കെ സാധനം കിട്ടും. ഇത് ആ ചേട്ടന്മാർ ആ ചീന വിലയിൽ നിന്ന് വലിച്ചിട്ടേ പായലൊക്കെ ഇതെല്ലാം സോർട്ട് ചെയ്യാട്ടാ. മീൻ സെപ്പറേറ്റ് ആക്കുന്ന പരിപാടിയാണ് കാണുന്നത്. ഈ ചേട്ടന്മാരവിടെ ചീന വില ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അവരിപ്പോൾ പൊന്തിക്കുമോ എന്നുള്ളത്. മീൻ വല്ലതും കിട്ടുമോ എന്ന് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഇത് കാണാം, നോക്കട്ടെ. അപ്പൊ ചീന വലയുടെ അവർ വലിക്കുന്ന വീഡിയോ കിട്ടിയില്ല. അത് കുറെ ഡിലേ എടുക്കും. ഞാനപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാട്ടർ മെട്രോ. എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോർട്ടിലേക്ക് പോകുന്നത്. ഹൈക്കോർട്ട് ടു ഇങ്ങോട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മട്ടാഞ്ചേരിക്ക് പോകും. ഇവിടുന്നല്ല, ഹൈക്കോർട്ടിൽ നിന്ന് തന്നെ മട്ടാഞ്ചേരി. ഇവിടുന്ന് ഇനി ഹൈക്കോർട്ടിലേക്ക് പോകും. ഇതാണ് നമ്മുടെ നേരെ പോകുന്നിടത്താണ് ജങ്കാർ ജെട്ടിയും. പിന്നെ അവിടെ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാസ്കോ ഡി ഗാമ സ്ക്വയർ. ഇവിടുന്ന് നേരെ കാണുന്നതാണ് പ്രിൻസസ് സ്ട്രീറ്റ്. ഇവിടെ അടിപൊളിയുണ്ട്. ക്രിസ്മസിനൊക്കെ ഫുൾ കളർഫുള്ളാണ്. ലൈറ്റ് കിട്ടുന്നത് അടിപൊളിയാണ്. ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ പിന്നെ പറയണ്ടല്ലോ, ഇവിടെ ഫേമസ് ആണ് ക്രിസ്മസ് ന്യൂ ഇയറും കൊച്ചിയിൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു പാർക്ക് ഉണ്ട്, നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ പറ്റും. നൈറ്റ് എല്ലാം ക്ലോസ് ആക്കി ഇട്ടേക്കാണ്. എന്നാലും കാണാം, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഫ്രൈഡേ നൈറ്റാണ്. ഇപ്പം ടൈം 12. അതിനകത്ത് അനലോഗ് നോക്കണ്ട, അത് ബാറ്ററി വീക്കായെന്ന് തോന്നുന്നു. ഡിജിറ്റലിൽ 12 ആയിട്ടുണ്ട്. ഇവിടെ നേരെ നാളെ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ.
സാറ്റർഡേ സൺഡേസ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ബൈക്കിൽ പോയ സെയിം വഴി തന്നെ കേട്ടോ. ഞാനിപ്പോൾ അതുവഴി കറങ്ങി ബീച്ചിൽ കൂടെ കറങ്ങി റോട്ടിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഈ വഴി തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം കേട്ടോ. കുറേ പേർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ കുറേ പേരൊന്നും ശ്രദ്ധിക്കണ്ടാവില്ല. യാഹൂ, ഇതൊരു ഫോട്ടോ എടുക്കണ ഒരു ഫോട്ടോ കേട്ടോ. ഫെദറിൻ്റെ നടുക്ക് ആൾ നിർത്തിട്ട് എടുക്കൂലേ. ഓക്കെ, ഇതുവഴി പോകുന്ന ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ഉള്ളിലുള്ള വഴിയിൽ ആരും ഇല്ലാണ്ട്? ഇനി നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്മാരകമായിട്ടുള്ളൊരു വീട് കാണിച്ചു തരാം. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇത് ഞാൻ പകല് ചെയ്ത വീട്ടിലും വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്നൊരു വീട് കണ്ടോ, ബിലാൽ ഹൗസ്, മമ്മൂട്ടിയുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത പടം വീട്. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പോൾ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. ബൈ.